എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ജാനകിയുടെയും അബിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജാനകിയും അബിയൊക്കെ നല്ല സന്തോഷത്തിലാണ്. കാരണം പൊന്നുവിനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ രാധാമണിക്ക് ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട് ചുണ്ടില്. അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നീട് അമ്മയോട് ജാനകി പറഞ്ഞു, അമ്മേ പൊന്നുവിനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറയണേ. ഇത് കേട്ടപ്പം രാധാമണി പൊന്നുവിന് മുഖത്തേക്ക് തന്നെ നോക്കുക. പിന്നീട് പൊന്നുവിനോട് പറഞ്ഞു, പൊന്നു നീ എന്തേലും അമ്മയോട് സംസാരിക്കാൻ പറയണേ. ഇതേ അമ്മമ്മയാണ്, അമ്മയോട് കുറെ നേരം സംസാരിക്കണം എന്നൊക്കെ പറയണേ. ഇത് കേട്ടപ്പോ പൊന്നു പറഞ്ഞു, ഞാൻ സംസാരിച്ചോളാം എന്ന് പറയണേ. എന്നൊരു കാര്യം ചെയ്യാം, മോൾ ഇവിടെ ഇരിക്കുക, ഞങ്ങളെ സ്വാമിജിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അബിയും ജാനകിയും കൂടെ പൊന്നുവിനെ അവിടെ ഇരുത്തിയിട്ട് സ്വാമിജിയുടെ അരിയിലേക്ക് പോവാണ്. ഈ സമയം പൊന്നു കുറച്ചുകൂടെ അടുത്ത് രാധാമണിന്റെ അടുത്തേക്ക് കുറച്ചുകൂടെ ചേർന്നിരിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, അമ്മമ്മ എന്നോട് എന്താ ഒന്നും മിണ്ടാത്തെ, എന്റെ പേര് പോലും എന്താ ചോദിക്കാത്തെന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ടതും ഒന്നും മിണ്ടിയില്ല രാധാമണി ഇങ്ങനെ നോക്കി തന്നെ ഇരിക്കുകയാണ്. എന്താ അമ്മമ്മ എന്നോടൊന്നും മിണ്ടാത്ത, എന്താ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് മിണ്ടാത്തെ. പക്ഷെ എനിക്ക് അമ്മമ്മേനെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ വീഡിയോ കോള് വിളിച്ചപ്പോ അമ്മമ്മേനെ കണ്ടായിരുന്നല്ലോ, അപ്പോഴെനിക്ക് അമ്മമ്മേനെ ഇഷ്ടമാ. അതെ അമ്മമ്മ വീട്ടിലേക്ക് വരണമെന്ന് പറയാം, ഞാൻ അമ്മമ്മയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു പറയാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാതോരാതെ വർത്താനം പറഞ്ഞിട്ടിരിക്കുക. എത്ര സമയം എന്ന് വെച്ചാ രാധാമണി ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നീട് രാധാമണിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി, ചിരിയൊക്കെ പതുക്കെ വന്നു. പിന്നീട് പൊന്നുവിനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണ്. ചേർത്ത് പിടിച്ചു കഴിഞ്ഞിട്ട് പൊന്നുവിന്റെ നെറിയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. പൊന്നുവിന് ഭയങ്കര സന്തോഷമായി. ഇതാണ് അമ്മ പറഞ്ഞേ, അമ്മമ്മ തന്നെ തിരിച്ചറിയില്ല, മിണ്ടത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ തന്നെ ചേർത്ത് പിടിച്ചല്ലോ. ആ ഒരു സന്തോഷം പൊന്നുവിന്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നീട് തനിക്കായിട്ട് കഴിക്കാണ്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആപ്പിളൊക്കെ എടുത്ത് പൊന്നുവിന് കൊടുക്കുകയാണ്. കഴിക്കാൻ പറഞ്ഞിട്ട് അതൊക്കെ പൊന്നുവിന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പൊന്നു സന്തോഷത്തോടെ അത് കഴിച്ചു. പിന്നീട് അമ്മമ്മയോട് ചേർന്നിരുന്നിട്ട് പൊന്നു ഓരോ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം. പൊന്നുവിന് അറിയത്തില്ലോ അമ്മമ്മയുടെ അവസ്ഥ എന്താന്ന്. പൊന്നു കാണുമ്പം ഇപ്പൊ ചിരിക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോന്നു. രാധാമണി വരസര് പൊന്നു വന്നോട് കൂടിയിട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാണ്. ഒരു നല്ല മാറ്റം തന്നെയാണ് അവരിലുണ്ടാകണേ. ഈ സമയം സ്വാമിജിയെ കാണാനായിട്ട് ജാനകി അബിയും കൂടെ ചെല്ലുവാണ്. പിന്നീട് സ്വാമിജിയുടെ കാര്യങ്ങളൊക്കെ പറയണം. ഇവിടുന്ന് തന്റെ അമ്മയെ കൊണ്ടുപോകണം, ഇനി ഇവിടെ നിർത്താൻ പറ്റില്ലെന്ന് പറയണം. ഇതിവിടെ സ്വാമിജി പറഞ്ഞു, അതത്ര എളുപ്പമുള്ള കാര്യമല്ല, അറിയാലോ ജാനകിക്ക്. ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതെനിക്കറിയാം സ്വാമിജി, പക്ഷെ ഇപ്പം ഞാൻ വീട്ടിലേക്കല്ല കൊണ്ടുപോകുന്നത്. എൻ്റെ അമ്മയ്ക്ക് വിദഗ്ധ ചികിത്സ തന്നെ കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി വീടെടുത്ത് അല്ലെങ്കിൽ റൂം എടുത്ത് അവിടെ താമസിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എൻ്റെ അമ്മേനെ ഇവിടെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. എൻ്റെ അമ്മയെ കണ്ടെത്തിയ സ്ഥിതിക്ക് എനിക്ക് എൻ്റെ അമ്മയെ കൊണ്ടുപോയാൽ മതിയാവുള്ളൂ എന്ന് പറയണം. അത് കേട്ടപ്പോൾ സ്വാമിജി പറഞ്ഞു, ജാനകിയുടെ ആഗ്രഹമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേങ്കിൽ രാധാമണി വാരസയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. അവരിപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായും തരും. പുതിയൊരു സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെയൊക്കെ പിടിക്കുമെന്ന് അറിയില്ല എന്ന് പറയും. അതൊന്നുമില്ല സ്വാമിജി, എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ മോളുണ്ട് കൂടെ, അവൾക്ക് എന്താണെങ്കിലും അമ്മയ്ക്ക് നല്ല മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് സാധിക്കും. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സ്വാമിജി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഇവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്ന് പറയണം. അങ്ങനെ സ്വാമിജിയോട് നന്ദിയൊക്കെ പറഞ്ഞതിന് ശേഷം അബിയും ജാനകിയും കൂടെ ഇറങ്ങിക്കഴിയുമ്പോൾ അബി ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ, എവിടെ കൊണ്ട് നിർത്തണം, അതിനെക്കുറിച്ച് നീ തീരുമാനിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കാം. ഇപ്പൊ തൽക്കാലത്തേക്ക് അങ്ങനെ ഒരു കാര്യം മനസ്സിലില്ല, പക്ഷേ ഒരു കാര്യമുണ്ട്, നമുക്ക് സക്കീർ വക്കീലുമായിട്ടും കൂടെ ആയിട്ട് കൂടി ആലോചിക്കാം. അമ്മേനെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റില്ല, കാരണം അമ്മയെ ഇവിടെ നിർത്തിയിട്ട് പോകണമെങ്കിൽ ഇനി ആപത്താന്ന് പറയണം. ഒരു പക്ഷേങ്കിൽ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് ഇനിയിപ്പോൾ അപർണ ചകഞ്ഞു വരും. കാരണം അപർണയ്ക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപർണ പോയി തമ്പിയെ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അയാൾ നമ്മുടെ പുറകെ ആളെ വിടും, അവസാനം ഇവിടെ എത്തിച്ചേരും. അത് അപകടമാണ്. അതിനു മുമ്പ് അമ്മയെ ഇവിടുന്ന് മാറ്റണമെന്ന് പറയണം. ഇവിടെ വന്ന് അയാൾ അമ്മയെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ ജീവനോടെ ഉണ്ടാകത്തില്ല. ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അബിയേട്ടാ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമ്മയും കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറയാം. അത് കേട്ടപ്പോൾ അബി പറഞ്ഞു, നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അമ്മയും കൊണ്ട് ഇവിടുന്ന് പോകാമെന്ന് പറയണം. പിന്നീട് അപർണ ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജാനകി അബി എവിടെയൊന്നും ഇല്ല, അവര് പോയെന്നുള്ള കാര്യം പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴത്തേനും ഒട്ടും സഹിച്ചില്ല അപർണയ്ക്ക് അങ്ങോട്ട്. അപർണ നേരെ പ്രഭാവതിന്റെ അടുത്തേക്ക് എല്ലുവാണ്. ചെന്നിട്ട് ചോദിച്ചു, അല്ല ജാനകി അബിയൊക്കെ എങ്ങോട്ട് പോയതാന്ന് ചോദിക്കുക. ഇതാ പ്രഭാവതി, എനിക്കറിയില്ല അവരെങ്ങോട്ട് പോയതെന്ന്, എന്നോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയണം. അറിഞ്ഞെങ്കിലും ഈ പറയുന്ന പ്രഭാതി പറഞ്ഞില്ല. ഇത് കേട്ടപ്പോൾ അപർണ പറഞ്ഞു, എനിക്കറിയാം, അവൾ ചിലപ്പോൾ അവളുടെ അമ്മേനെ അന്വേഷിച്ച് പോയതായിരിക്കും. എവിടെ പോയാൽ അന്വേഷിക്കാനാ, ഒരിടത്ത് പോയാലും അന്വേഷിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രഭാവതി പറഞ്ഞു, അത് നീയാണോ അപർണയെ തീരുമാനിക്കുന്നത്? ഒരു പക്ഷേങ്കിലോ അവൾ അവളുടെ അമ്മയെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലോ? ഒരു നിമിഷം ആലോചിച്ചിട്ട് അപർണ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരട്ടെ, കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ബാക്കി കാര്യം ഞാൻ തീരുമാനിക്കും. ഇപ്പൊ ഒരാൾ പോയി ആ വൃദ്ധസ്ഥാനത്ത് കിടക്കുന്നുണ്ടല്ലോ, അങ്ങോട്ടേക്ക് തന്നെ അവളുടെ അമ്മയും കൊണ്ടേ ആക്കുമെന്ന് പറയണം.
ഇത് കേട്ട പ്രഭാതി പറഞ്ഞു, ഓഹോ അപ്പൊ നിന്റെ മനസ്സിലിരിപ്പ് ഇതൊക്കെ അല്ലേന്ന് ചോദിക്കണം. പിന്നല്ലാതെ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? വീടിനും എനിക്കും ഗുണമില്ലാത്ത ഒരു കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറയണം. അല്ലെങ്കിലും അവളുടെ അമ്മ ഇവിടെ എന്തിനാമ നിൽക്കുന്നേ? അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയണം. പ്രഭാവതി പറഞ്ഞു, അപർണ നിന്റെ ആ തീരുമാനം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതെന്താ നടന്നാല്? ഓ നിങ്ങൾക്കിപ്പോ അവളോട് കൂറായിരിക്കും, ആ ജാനകിയോട് അല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടതും പ്രഭാവതി പറഞ്ഞു, അതുകൊണ്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്, നിനക്കറിയാലോ ഇപ്പൊ തന്നെ എന്തേ സുമംഗലാമ്മ കിടക്കുന്ന എവിടെയാന്ന്. ഒരു പക്ഷേങ്കില് ആ ഒരു പാവക്കറ എന്റെ കയ്യിലും പറ്റിയിട്ടുണ്ട്. സുമംഗലാമ്മയെ അന്ന് കൊണ്ട് അവിടെ തള്ളുന്ന സമയത്ത് ഞാനും നിന്നോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. ഒരു പക്ഷേങ്കില് അതിന്റെ പാപം എന്റെ മേലും പതിച്ചിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടത് അപർണ പറഞ്ഞു, ഓ അങ്ങനെയാണോ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചിന്തയുണ്ടോന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ അപർണയോട് പ്രഭാവതി പറഞ്ഞു, എനിക്കറിയാം നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും എന്നെ ഒന്നിനും കൊള്ളത്തില്ലെങ്കിൽ എന്നെ കൊണ്ട് തള്ളല്ല നിന്റെ ഉദ്ദേശം. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അപർണ എന്ന് പറയണം. നിങ്ങൾ എന്നെ വെല്ലുവിളിക്കുകയാണെന്ന് ചോദിക്കും. വെല്ലുവിളി ഞാൻ തന്നെ കൂട്ടിക്കോ. നിനക്കുള്ളതിനേക്കാളും കൂടുതൽ അവകാശം എനിക്ക് ഇവിടെ ഉണ്ട് അപർണേ. പിന്നെ ഞാൻ അവകാശം ഒന്നും പറയാതെ അടങ്ങി ഒതുങ്ങി ഇരിക്കുക എന്നോർത്തോണ്ട് എന്റെ തലയിലേക്ക് കയറാൻ വന്നാണ്ടല്ലോ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയണം. ഇവിടെ ഞാൻ അടുക്കള നല്ലവണ്ണം തിടന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി ജോലി ചെയ്തിട്ട് എവിടെ ഞാൻ ആഹാരം കഴിക്കുന്നത്. പക്ഷേങ്കിൽ അതിന്റെ പേരില് എന്റെ മേത്ത് കുതിര കയറാൻ വന്നാണ്ടല്ലോ നിന്നെ വെറുതെ വിടത്തില്ലെന്ന് പറയാ. നിനക്ക് ഈ പ്രഭാവത്തോടെ ഒരു മുഖം അറിയത്തുള്ളൂ, അറിയാലോ. ഇത് കേട്ടത് അപർണ പറഞ്ഞു, ഓ നിങ്ങൾക്കിപ്പോ ഇത്ര ധൈര്യമൊക്കെ ആയി തുടങ്ങിയോ? ആരുടെ? ആ ജാനകിയുടെ അബിയുടെയും പേരിലാണ് നിങ്ങൾ കിടന്ന് തുള്ളുന്നതെന്ന് ചോദിക്കണം. ഞാൻ ആരുടെയും പേര് കിടന്ന് തുള്ളുന്നതല്ല, അറിയാലോ. അളകാവിലെ സൂര്യനാരായണന്റെ ഭാര്യ ഞാൻ. അദ്ദേഹം മരിച്ചു പോയിട്ടുള്ളൂ, പക്ഷെ ഞാൻ ജീവനോടെ ഉണ്ടെന്ന് പറയാണ്. ഇനി സുമംഗലാമനെ കൊണ്ടിട്ട പോലെ എന്നെ കൊണ്ടിടാൻ നിനക്ക് വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ ഉദ്ദേശം നിന്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മായച്ചാൽ മതി. നീ നിന്റെ അച്ഛൻ തമ്പിയും വിചാരിച്ചോ അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിനക്കുള്ളതിനേക്കാളും കൂടുതൽ അവകാശം എനിക്ക് ഈ വീട്ടിലുണ്ട്. അത് നീ ഒന്ന് മനസ്സിലാക്കിയിരുന്നാ നല്ല എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പ്രഭാതി അങ്ങോട്ടേക്ക് പോകണം. ഒരു നിമിഷം അപർണ ഇങ്ങനെ ചിന്തിച്ചു, ഇവരെ അപകടകാരിയാണ്, ഇവരെ സൂക്ഷിക്കണം. ഇവരേത് സമയത്താണ് തനിക്കെതിരെ തിരിയുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവരെ അടിച്ചൊതുക്കി ഒരു മൂലയ്ക്കെടുത്തണം, അല്ലെങ്കിൽ തനിക്ക് അപകടമാണ്. അത് മാത്രമല്ല ജാനകി എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക. ഇപ്പൊ തന്നെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം എന്ന് വിചാരിച്ച അപ്പൊ തന്നെ തമ്പിയെ വിളിക്കുവാണ്. തമ്പിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. അച്ഛാ അതെ അവള് പോയിട്ടുണ്ട്, അവൾ എങ്ങോട്ടാ പോയ നേരത്തില്ല, എത്രയും പെട്ടെന്ന് അച്ഛനൊന്ന് അന്വേഷിക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോ തമ്പി പറഞ്ഞു, മോളാ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട, ഞാൻ അന്വേഷിച്ചോളാം. അവൾ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യൂന്ന് പറയണം. ആ ഒരു ആശ്വാസം എനിക്കുള്ളൂ. ഒരു കാരണവശാലും അവളുടെ അമ്മയായിട്ട് ഇങ്ങോട്ട് കയറി വരരുത്. അച്ഛൻ അറിയാലോ, എങ്കിൽ ഇതിൽ പറയും എനിക്ക് നാണക്കേട് വേറെ ഇല്ലാന്നൊക്കെ പറയണം. അതോർത്ത് മോള് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് തമ്പി ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. ഈ സമയം നിരഞ്ജന കോടതിയിലേക്ക് ചെല്ലുവാണ്. ആദ്യത്തെ ഹിയറിംഗ് ആണ് അന്ന് നടക്കാൻ പോകുന്നത്. അങ്ങനെ നിരഞ്ജനെ കണ്ടപ്പോൾ ഉണ്ണിത്താൻ ഓടി വന്നു. എന്നിട്ട് ചോദിച്ചു, പ്രിപ്പയർ ആയിട്ടുണ്ടോന്ന് ചോദിക്കാം. ഞാൻ പ്രിപ്പയർ ആയിട്ടുണ്ടെന്ന് പറയാം. കുഴപ്പമൊന്നുമില്ലോ. ഏയ് ഇല്ല അച്ഛാ ഒന്നുമല്ല, ഞാൻ ഉണ്ണിത്താൻ വക്കീലിന്റെ മോഡലെ, പേരും പ്രസിദ്ധിയായിട്ടുള്ള ഒരു വക്കീലിന്റെ മോഡലെന്ന് ചോദിക്കും. അപ്പൊ അതിന്റെ ഗുണഗണങ്ങൾ ഞാൻ കാണിക്കാതിരിക്കുവോ? അച്ഛന്റെ നരമ്പിൽ ഓടുന്ന ചോര തന്നെയല്ല എന്റെ നരമ്പിൽ കൂടെ ഓടുന്നതെന്ന് ചോദിക്കണം. അത് കേട്ടപ്പോൾ ഉണ്ണിത്താൻ പറഞ്ഞു, എനിക്ക് ഇപ്പോഴൊരു സമാധാനമായത്. എനിക്ക് ആ ടെൻഷൻ ഉണ്ടായിരുന്നു എന്റെ മോളെന്റെ കൈവിട്ട് പോകുമെന്ന്. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് നിരഞ്ജന പറഞ്ഞു, ആ കാര്യത്തിൽ അച്ഛന് പേടി വേണ്ട. അച്ഛനും മോൾ ഒരിടത്തേക്കും പോകാൻ പോകുന്നില്ല. ഇനി എന്റെ ജീവിതമല്ല ഞാൻ ഇതേ അച്ഛന് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുക. ഇനി ഞാൻ മറ്റൊന്നും നോക്കുന്നില്ല എന്ന് പറയാം. എനിക്കൊരു അബദ്ധം പറ്റി ജീവിതത്തിൽ. ഇനി അത് തിരുത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഇനി എന്റെ പ്രൊഫഷൻ ഇതാക്കി മാറ്റാനായിട്ട് പോവാം. അച്ഛനെ പോലെ തന്നെ അച്ഛന്റെ പേരും പ്രശസ്തി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വക്കീലാകാനായിട്ട് ഞാനും തീരുമാനിച്ചെന്ന് പറയണം. ഉണ്ണിത്താൻ പറഞ്ഞു, അത് മതി, അറിയാലോ ഇന്നത്തെ ഹിയറിംഗ് അത്ര പ്രധാനപ്പെട്ടതാണ്. സക്കീർ ഹുസൈനുമായിട്ടാണ് വാദിക്കേണ്ടത്. അതൊന്നും കുഴപ്പമില്ല അച്ഛാ, എന്നെ കൊണ്ട് പറ്റുന്നതിന് മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ പറഞ്ഞ പോയിന്റുകളെല്ലാം ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ അച്ഛന്റെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് നിരഞ്ജന കോടതിയിലേക്ക് വാദിക്കാൻ വേണ്ടി കയറുവാണ്. ആ സമയം സ്വാമിജിയെ കണ്ടിട്ട് ജാനകിയും അഭിയും കൂടെ രാധാമണിയുടെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ വരുമ്പോ അവര് കാണുന്ന കാഴ്ച രാധാമണിയുടെ മടിയിൽ കയറിയിരിക്കുന്ന പൊന്നൂസിനെയാണ്. പൊന്നൂസ് കുറെ വർത്താനങ്ങളും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു രണ്ടുപേർക്കും തോന്നി, ജാനകിക്കും അഭിക്കും. അഭി തെങ്ങ് നോക്കിയ ജാനകി, നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചിരുന്നോ? എത്ര പെട്ടെന്ന് എന്റെ അമ്മയ്ക്ക് മാറ്റം ഉണ്ടായെന്ന് ചോദിക്കണം. അത് ശരിയാ. പിന്നീട് ജാനകി വന്നിട്ട് പൊന്നൂസെ അമ്മ മോളോട് വർത്താനം പറഞ്ഞെന്ന് ചോദിക്കും. എന്നോട് ചിരിച്ചു, എനിക്ക് ആപ്പിളൊക്കെ കഴിക്കാൻ തന്നു പറയാണ്. ഇത് കേട്ടൻ ജാനകി പറഞ്ഞു, അഭിയേട്ടാ അമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ, എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഡോക്ടറെ കാണിക്കണമെന്ന് പറയണം. ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടത് കാണിച്ചേക്കാം. ഇനി അധികം താമസിക്കേണ്ടെന്ന് പറയാം. ഉടനെ തന്നെ നമുക്ക് ഇവിടുന്ന് പായ്ക്കുക. അതേസമയം ഇവിടെ നിൽക്കുന്ന അപകടം എന്ന് പറയണം. പിന്നീട് പൊന്നൂസിനോട് പൊന്നൂസങ്ങ് എനിക്ക് ഞാനേ അമ്മമ്മേനെ റെഡിയാക്കട്ടെ എന്ന് പറയണം. അല്ല എങ്ങോട്ട് പോകാനാ അമ്മേന്ന് ചോദിക്കണം. അതൊക്കെ നമുക്കൊരു സ്ഥലം വരെ പോവാം, നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് മാറാൻ പോകാന്ന് പറയണം. പുതിയ വീട്ടിലേക്കോ? അതെങ്ങോട്ടാ?
അതൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് ദിവസം പുതിയ വീട്ടിലേക്കായിരിക്കും. ഇനി അമ്മമ്മയ്ക്ക് ഭേദമാവുന്നോടെ വരെ നമ്മൾ അവിടെ ആയിരിക്കും താമസിക്കണമെന്ന് പറയണം. ഇത് കേട്ടോ പൊന്നൂസ് പറഞ്ഞു, അതിന് അമ്മമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയണം. അതെ, അമ്മമ്മയ്ക്കൊരു അസുഖമുണ്ട്, അമ്മമ്മയുടെ അസുഖത്തിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ പോണേ എന്നൊക്കെ പറയണം. പൊന്നൂസിന് ഏകദേശമൊക്കെ എന്തൊക്കെയോ മനസ്സിലായി. അമ്മയ്ക്ക് എന്തോ ഒരു വയ്യായികയുണ്ട്. പക്ഷെ പൊന്നൂസ് നോക്കി കഴിയുമ്പോൾ അത്രയ്ക്ക് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. തന്നോട് ചിരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ജാനയ്ക്കും അബിക്കും നല്ല സന്തോഷമായി. കാരണം ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വരും. തമ്പിയുടെ മുന്നിൽ കൊണ്ടു നിർത്താൻ പറ്റും. തൻ്റെ മോളാണ് ജാനകി എന്നുള്ള സത്യം തമ്പിയുടെ മുന്നിൽ വെച്ച് തന്നെ അമ്മയ്ക്ക് പറയാനായിട്ട് സാധിക്കും. ആ ഒരു സന്തോഷത്തിലായിരുന്നു ജാനകി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. അതിപ്പോ നാളെ കാണുമെന്ന് അറിയത്തില്ല. എന്താണേലും ഉടനെ തന്നെ ചികിത്സിച്ച് രോഗമൊക്കെ ഭേദമാക്കും. ഇപ്പൊ ഇത്രയൊക്കെ മാറ്റങ്ങൾ പൊന്നൂസ് വന്നു കഴിയുമ്പം രാധാമണിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരിക തന്നെ ചെയ്യും. ചിരിക്കാനും വർത്താനം പറയാനും ഒക്കെ പതുക്കെ തുടങ്ങിയിട്ടുണ്ട് പൊന്നൂസിനോട്. ഇത്രയും കാലമായിട്ട് വർഷങ്ങളായിട്ട് അവർക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. ആരോടും ചിരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. അവർ ഒരേ ഇരിപ്പ് തന്നെ ഇരിക്കുമായിരുന്നു. പക്ഷെ പൊന്നൂസിന്റെ വരവോടുകൂടി അവർക്ക് നല്ല മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അവർക്ക് ആ വലിയ മാറ്റം തന്നെ ഉണ്ടാകും. അവസാനം അപർണ അമ്മയുടെ കൈയും പിടിച്ച് അളകാപുരിയിലേക്ക് ചെന്ന് കയറും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.